കാരണം നമ്മൾ ആദ്യം തന്നെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ? ആർക്ക് അനുകൂലമായ ഒരു ട്രെൻഡാണ് ഇപ്പോഴുള്ളത്? വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സിറ്റുവേഷൻ ഇപ്പോഴും ഫ്ലൂയിഡാണ്. ഇനി വരുന്ന 42 ദിവസം അതോടുകൂടി രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് തെളിയാനുള്ള സാധ്യതയുണ്ട്. പരമ്പരാഗതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ UDF അനുകൂലമായ സാഹചര്യമാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, അപവാദങ്ങളില്ലാതെന്നല്ല, UDF അനൈക്യത്തിൽ കൂടി നിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ LDF ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, കഴിഞ്ഞൊരു 25 വർഷത്തിനിടയിൽ ഈ ബൈപോളാർ പൊളിറ്റിക്സിൽ നിന്ന് മാറി 3 മുന്നണികൾ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളത്തിലും രാഷ്ട്രീയ മാറ്റമുണ്ടായി. അതോടുകൂടി ബൈപോളാർ പൊളിറ്റിക്സിൽ LDF അല്ലെങ്കിൽ UDF എന്ന് പറയുന്നത് ലാഘവത്തോടുകൂടി അവതരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, ദേശീയ തലത്തിൽ BJPക്ക് ശക്തമായ അടിത്തറ ഉള്ളപ്പോൾ അത് കേരളത്തിൽ ഇല്ലാതിരിക്കുകയും എന്നാൽ BJP കൊണ്ടുപോകുന്ന വോട്ടുകൾ അത് ഏത് മുന്നണിയാണ് ബാധിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് അസംബ്ലി തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുമൊക്കെ വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങൾ BJPയുടെ ശക്തി UDF നശിപ്പിച്ചപ്പോൾ മലബാർ മേഖലയിൽ അത് LDF നാശമുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണേണ്ടതാണ്. കേരളത്തിൽ വളരെയധികം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു കാഴ്ചപ്പാടിൽ തന്നെ വ്യത്യാസമുണ്ട്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് പ്രാദേശിക രാഷ്ട്രീയത്തിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തെയും ഒരു പരിധിവരെ അന്തർദേശീയ രാഷ്ട്രീയത്തെയും വിലയിരുത്താനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. കേരള രാഷ്ട്രീയത്തിൻ്റെ തനിയാവർത്തനമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടത്. അതുകൊണ്ടാണ് UDF പലപ്പോഴും ഗുണം വരുന്നത്. അതിൻ്റെ കാരണം ദീർഘകാലം കോൺഗ്രസ് രാജ്യം ഭരിച്ചത് കൊണ്ടാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ പഴയ ശക്തിയൊക്കെ പോയി കഴിഞ്ഞു. ദേശീയ തലത്തിൽ തന്നെ അത് BJPക്ക് പുറകിലാണെന്ന് എല്ലാവർക്കും അറിയാം. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഇവിടെ പിന്നെ കോൺഗ്രസ്സിന് രാജ്യത്ത് ഭരണമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെ സഹായിക്കണം? എന്തായാലും LDF താരതമ്യേന ദേശീയ തലത്തിൽ ഒരു ചെറിയ കക്ഷിയാണ്, ഒരു ചെറിയ മുന്നണിയാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ വന്നതുകൊണ്ട് കോൺഗ്രസിനെ തന്നെ പിന്തുണയ്ക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും അത് UDF അനുകൂലമായി വരുമോ? അതോ UDF അകത്തുള്ള അനൈക്യം LDF മുതലെടുത്ത്, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് സംസാരിക്കാം, അത് മുതലെടുത്ത് LDF കൂടുതൽ സീറ്റുകൾ കൊണ്ടുപോകുമോ? അങ്ങനെ 2004 കോൺഗ്രസിന് 0 സീറ്റായ ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മറുവശത്ത് BJP മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ, NDA എന്നുള്ള നിലയിൽ ഒരു 5 മണ്ഡലങ്ങളെങ്കിലും ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 2014 ഏതാണ്ട് വിജയിക്കുന്ന മട്ടിൽ തിരുവനന്തപുരത്ത് വരികയും ചെയ്തു. 14,000 വോട്ടിനാണ് ശശി തരൂരിനോട് O രാജഗോപാൽ എന്ന തോറ്റത്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 3.25 ലക്ഷം വോട്ട് BJPക്ക് തിരുവനന്തപുരത്ത് പോൾ ചെയ്യുകയുണ്ടായി. ഇതിന് പുറമെ BJPക്ക് ഇപ്പോൾ തൃശ്ശൂർ ശക്തനായൊരു സ്ഥാനാർത്ഥിയുണ്ട്. പത്തനംതിട്ടയിലും രാഷ്ട്രീയ മാറ്റങ്ങളുടെ തെളിവുകൾ കാണുന്നു. പാലക്കാട്, അപ്പം ഇങ്ങനെ ആറ്റിങ്ങൽ, ഇത്തരം 5 മണ്ഡലങ്ങളെങ്കിലും BJPക്ക് അവർക്ക് കേരളത്തിലെ രാഷ്ട്രീയ സ്വാധീനം മാറ്റിയെടുക്കാനും ചിലപ്പോൾ 1-2 സീറ്റ് വിജയിക്കാനുമുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഒരു മൾട്ടി കോണേഡ് കണ്ടസ്റ്റാണ്. അപ്പോൾ ഫ്ലൂയിഡ് ആണെന്ന് ഞാൻ പറയാൻ കാരണം UDF ഇന്നത്തെ സാഹചര്യത്തിൽ ഐക്യം അത്ര പ്രകടമല്ല. കഴിഞ്ഞ തവണത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, പ്രധാനമന്ത്രിയാവുമെന്ന് കുറച്ചുപേരെങ്കിലും കേരളത്തിലും വയനാട്ടിലും വിശ്വസിച്ചിരുന്നു. മാത്രമല്ല, ന്യൂനപക്ഷ ക്രോഡീകരണം അനുകൂലമായിട്ട് UDF ശബരിമല വിഷയത്തിൽ പോലും LDF ആക്രമിച്ചത് BJP ആണെങ്കിലും അതിൻ്റെ ഗുണം കൊണ്ടെത്തിയത് കോൺഗ്രസിനാണ്. ഇതെല്ലാ ഘടകങ്ങളും UDF നല്ല ഗുണം ചെയ്തെങ്കിൽ അതുപോലത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഈ മിനിറ്റ് വരെ UDF കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ഫ്ലൂയിഡാണ് എന്ന് പറയാൻ കാരണം. സ്ഥിതി മാറിക്കൂടാ എന്നില്ല. ഞാൻ ഇന്നത്തെ കണ്ടക്സ്റ്റാണ്. വരുന്ന 45 ദിവസം കഴിഞ്ഞാണ് ഇലക്ഷൻ, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാണ് ഇലക്ഷൻ എങ്കിൽ അതിനിടയ്ക്ക് UDF എത്ര കരകയറാൻ പറ്റും എന്നുള്ളതാണ് കാണേണ്ടത്. ഇപ്പോൾ UDF ഇന്നൊരു ശക്തമായൊരു മുന്നണിയല്ല.
ഞാനത് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സൈദ്ധാന്തിക വശത്തിൽ കൂടി പറഞ്ഞാൽ LDF ഞങ്ങളുടെ കണക്കുകൂട്ടൽ ഒരു സർപ്ലസ് മെജോറിറ്റി കോalitionആണ്. ഒട്ടനവധി പാർട്ടികൾ, കൊച്ചു കൊച്ചു പാർട്ടികൾ, ശക്തരായ പാർട്ടികൾ, അങ്ങനെ ഇവയെല്ലാം കൂടി ചേർന്ന് CPM-ന്റെ വൻ ശക്തിയും കൂടി ചേരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ്ലി LDF വളരെ ശക്തമാണ്. UDF-ന് അങ്ങനെ ഒരു ശക്തി പറയാനില്ല. കാരണം അതിലെ പല ഫാക്ഷൻസും അതിൽ നിന്ന് പുറത്തുപോയി, പാർട്ടികൾ തന്നെ പുറത്തുപോയി. മാണി ഗ്രൂപ്പ് ഇല്ല അതിൻ്റെ കൂട്ടത്തിൽ. മുസ്ലിം ലീഗിൻ്റെ വേവറിംഗ് ആണ്, വ്യക്തമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ശക്തിയിൽ തന്നെ ശോഷണം സംഭവിച്ചു. അത് LDF കാര്യമായി പ്രവർത്തിച്ച് കുറേ കാലങ്ങളായി ലീഗിനെ ഒറ്റപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഒന്നുകിൽ ഞങ്ങളോട് വരണം, അതല്ലെങ്കിൽ തനിച്ച് നിൽക്കണം എന്നുള്ള മട്ടിലാക്കുകയും മുസ്ലിം വോട്ടുകൾ തന്ത്രപരമായി പിടിച്ചെടുക്കാനുള്ള ചില സാധ്യതകളും LDF ചെയ്യുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ കേരളത്തിലൊരു വോട്ടർ ചെയ്യുന്നത് തങ്ങളുടെ വോട്ട് രാജ്യത്തിൻ്റെ ഭാവിക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്നുള്ള പരിഗണനയിൽ വലുതാണ്. അതുകൊണ്ടാണ് ഈയിടയ്ക്കൊരു സർവേയിൽ മോദിക്ക് കേരളത്തിൽ നിന്ന് 30% വരെ സപ്പോർട്ടുണ്ട്. പക്ഷേ BJP വോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അത് 20%-ന് താഴെ വരുന്നുള്ളൂ. ഈ വ്യത്യാസം കാണിക്കുന്നത് മോദിയുടെ വ്യക്തിത്വത്തിലും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലും രാജ്യത്തിൻ്റെ ഭാവിയിൽ ഇവിടുത്തെ ആൾക്കാർക്ക്, കേരളത്തിലെ ആൾക്കാർക്ക് പോലും മതിപ്പുണ്ട്. പത്തനംതിട്ടയിൽ അത് 38% ആ സർവേ കണ്ടത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ BJP ജയിക്കുന്ന ഉറപ്പിച്ച് പറയാൻ പറ്റും, NDA കാൻഡിഡേറ്റ് ജയിക്കുന്ന ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പം ഇത് ഞാൻ സർവേ പണ്ട് ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് വാജ്പേയിക്ക്, അന്നത്തെ കാലത്ത് BJPക്ക് ശക്തിയില്ലായിരുന്ന കാലത്ത് പോലും വാജ്പേയിക്ക് 20%, 22% ഫേവററ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രധാനമന്ത്രിയെ ആഗ്രഹിക്കുമ്പോൾ തങ്ങളുടെ മണ്ഡലത്തിൽ BJPക്ക് വോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നേർപകുതിയായിട്ട് വരുന്നുണ്ട്. 10%, 9, 11. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ സർവേകളൊക്കെ കാണിക്കുന്നത് NDAക്ക് അനുകൂലമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് NDAക്ക് വൻ വിജയം നേടുമെന്നും പറയാൻ പറ്റില്ല. കാരണം കേന്ദ്രമന്ത്രിയായി O രാജഗോപാൽ ഇരുന്നപ്പോൾ തന്നെ ഇവിടെ തോറ്റിട്ടുണ്ട്. അത് ഇത്തരം തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഫ്ലൂയിഡ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. തുടക്കത്തിൽ UDF ഗ്രാബ് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റി ഒരു വശത്ത് മോദി വിരുദ്ധ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുകയും ന്യൂനപക്ഷ കൺസോളിഡേഷൻ കൊണ്ടുവരികയും അവരുടേതായ ഒരു ബ്രാൻഡ് സെക്യുലറിസത്തിൻ്റെ അപ്പീല് ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു മെജോറിറ്റി സിമ്പതി UDF-ന് ഉണ്ടാകുമായിരുന്നു. അവർ വൈകിച്ചു എന്ന് മാത്രമല്ല, UDF-നകത്തും കോൺഗ്രസിനകത്ത് KPCC പ്രസിഡന്റും ഓപ്പോസിഷൻ ലീഡറും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ പല തെറ്റായ സിഗ്നലുകൾ കാണിക്കുന്നതെല്ലാം ഇവർ വിചാരിക്കുന്ന അവസാന നിമിഷത്തിൽ ഒരു തരംഗമുണ്ടാക്കാമാണ്. 19 ആ തരംഗമുണ്ടായി. കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കേരളത്തിലെ പലരും വിശ്വസിച്ചിരുന്നു. അപ്പോൾ ദേശീയ രാഷ്ട്രീയം ആ നിലയിൽ മുൻകൂട്ടി കാണാത്ത ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. ഞങ്ങളൊന്നും വിശ്വസിച്ചില്ല, പക്ഷെ വിശ്വസിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. അദ്ദേഹം ഉറപ്പാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ടായിരുന്നു. ആ തരംഗം പുറമെ ക്രൈസ്തവ പിന്തുണ, ന്യൂനപക്ഷ പിന്തുണ, ശബരിമല വിഷയത്തിൽ LDF-നോടുള്ള വിരോധം കൊണ്ട് NSSൻ്റെയും മറ്റും പിന്തുണ, ഇതെല്ലാം കൂടി ചേർത്ത വലിയൊരു മെജോറിറ്റി ഉണ്ടായി. മുന്നണിയുടെ പാർട്ടികളുടെ എണ്ണം നോക്കിയാൽ ഇപ്പോഴും LDF ശക്തമാണ്. കേരളത്തിലെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അലവിൽ ഇവിടെ വരുമ്പോൾ അത് ഒന്നും ചെയ്യാതെ LDF-ന് അവിടെ പോയി കഷ്ടിച്ച് ഒരു പ്രതിപക്ഷത്തിൽ എവിടെയെങ്കിലും ഇരിക്കാം എന്നല്ലാതെ, നമുക്കറിയാം CPM-ന് തന്നെ കഴിഞ്ഞ തവണ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് കഷ്ടിച്ച് കിട്ടി, CPI-ക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനേക്കാൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയല്ലേ വേണ്ടത് എന്ന് വിചാരിക്കുന്ന മോദി വിരുദ്ധ BJP ഫോഴ്സസ് മറുവശത്ത് BJP-യുടെ ശക്തമായ ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ അടിക്കടിയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാണിക്കുന്നുണ്ട്. 27-ാം തീയതി പ്രധാനമന്ത്രി വീണ്ടും തിരുവനന്തപുരത്ത് എത്രാമത്തെ വിസിറ്റാണ് നടത്തുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിച്ച പോലെ തൃശ്ശൂരിലുള്ള ഒരു പ്രത്യേകത, തൃശ്ശൂരിലേക്ക് നമുക്ക് ചർച്ചയിൽ പിന്നെ വരാമെന്നാണ്. അപ്പോൾ ഇതാണ് ഞാൻ അതിൻ്റെ തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലൂയിഡ് ആണെന്ന് ഞാൻ പറയുള്ളൂ. സിറ്റുവേഷൻ കുറച്ചുകൂടി ക്ലിയർ ആകാനുണ്ട്. UDF ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ നറേറ്റീവ് LDF-ന്റെ കയ്യിലെത്തും, മറുവശത്ത് BJP-യും ഉണ്ട് ശക്തമായി. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ LDF-നാണ് മുൻതൂക്കം എന്ന് പറയേണ്ടി വരും. അതെ, ഈ സാഹചര്യത്തിൽ LDF-നാണ് മുൻതൂക്കം. രാഷ്ട്രീയമാണ്, മാറ്റങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല. LDF അത് തന്ത്രപരമായി ഉപയോഗിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനോട് പ്രത്യേക സ്നേഹം കാണിക്കുന്നുണ്ട്. മുസ്ലിം വോട്ടുകൾക്ക് അർഹത ഞങ്ങൾക്കാണ്, കോൺഗ്രസിനല്ല, BJP-യുടെ B ടീമാണ് കോൺഗ്രസ് എന്ന രീതിയിലൊരു ഭാഷ്യം ഉണ്ടാക്കാൻ LDF-ന് കഴിഞ്ഞു. അത് കുറേ നേട്ടം ഉണ്ടാക്കിയിട്ടുമുണ്ട് ചില ആൾക്കാരുടെ ഇടയിൽ.
പക്ഷെ ഇതേ സമയത്ത് തന്നെ മറുവശത്ത് ചിന്തിക്കേണ്ടത് കേന്ദ്രത്തിൽ LDF വരത്തില്ലല്ലോ. ഇന്ത്യ സഖ്യം വന്നാൽ പോലും അവിടെ തന്നെ CPM എന്തെങ്കിലും പ്രസൻസ് ഉണ്ടാകുമോ? ഇന്ത്യ സഖ്യം വരുമെന്നും ആരും ഉറപ്പിച്ചു പറയുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിനാണോ വോട്ട് ചെയ്യേണ്ടത്, LDF-നാണോ വോട്ട് ചെയ്യേണ്ടത്? എന്തായാലും BJP വിരുദ്ധ വോട്ടുകളാണെങ്കിൽ അത് നല്ലത് UDF-നല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. പക്ഷേ ഈ നറേറ്റീവ് UDF മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം നാളിതുവരെ ഒട്ടും ഇംപ്രസീവ് അല്ല എന്നുള്ളത്.